അസുരതാണ്ഡവം. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പപ്പാ, അമർ അയാളെ നോക്കി വിളിച്ചു. മോനെ മഹേന്ദ്ര. അച്ഛാ, എന്റെ മോന്റെ ദേഹത്ത് കൈവക്കാൻ മാത്രം വളർന്നവൻ ആരാണച്ചാ? ഒരു 12കാരന്റെ വടിവാളിന് മുമ്പിൽ ഒരിക്കൽ പപ്പയുടെ ഗുണ്ടകൾ പതറിപ്പോയ കഥ പപ്പ പണ്ട് പറഞ്ഞിരുന്നു. മഹേന്ദ്രന്റെ കണ്ണുകൾ കുറുകി. അയാൾ സംശയത്തോടെ അമറിന്റെ മുഖത്തേക്ക് നോക്കി. ഓർമ്മകൾ പിറകിലേക്ക് പോയതും മങ്കേട് തറവാന്റെ ഗേറ്റിന് മുമ്പിൽ വടിവാൾ പിടിച്ചു നിൽക്കുന്ന ഒരു 12 വയസ്സുകാരന്റെ മുഖം മനസ്സിലേക്ക് വന്നതും. രുദ്രദേവ്. കണക്കുകളിൽ പൂർത്തിയാക്കാതെ പോയ ഒരേ ഒരു അധ്യായം. ഇല്ല രുദ്രദേവ്, ഒരിക്കൽ ബാക്കി വെച്ചത് ഇവിടെ തീർക്കാൻ പോവാ. മോനെ മഹേന്ദ്ര, നിസ്സാരമാക്കി കളയരുത്. അന്നത്തെ 12 വയസ്സുകാരിൽ നിന്ന് ഇന്നത്തെ രുദ്രദേവ് അന്നത്തേക്കാൾ മൂർച്ചയുള്ളവനാ. എത്രയൊക്കെ മൂർച്ചയുണ്ടെന്ന് പറഞ്ഞാലും അടിപതരാൻ അല്പമതി അച്ഛ. രാവണനെയും അസുരനെയും തീർത്ത നമുക്കാണോ രാവണപുത്രൻ? ഒരു പുച്ഛത്തോടെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അയാൾ. എങ്കിലും വിളിക്കുന്നതിന്റെ സഹോദരങ്ങൾ കൂടെ, വസുദേവനെയും സുരേന്ദ്രനെയും. അവര് പുറപ്പെട്ടിട്ടുണ്ട് അച്ഛ, വൈകാതെ ഇവിടേക്ക് എത്തും. എല്ലാം തീർത്തിട്ട് ഇനി ഒരു തിരിച്ചുപോക്കുള്ള ഈ മഹേന്ദ്രന് അടിവേര് പിഴുതെറിയും ഞാൻ. ഇനി ഒരു രാവണപുത്രനെ ഉയർത്തി എഴുന്നേൽക്കാത്ത വിധം ഒരു രുദ്രദേവ്. മഹേന്ദ്രൻ മനസ്സിൽ പല കണക്കൂട്ടലുകളും കൂട്ടിക്കുറച്ചു. പപ്പാ, മമ്മ വരുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല. അവൾ സന്തോഷത്തോടെ ഇങ്ങോട്ട് വരുന്നു. നിന്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു എന്നും നിന്റെ അവസ്ഥയും കാണുമ്പോൾ ആദ്യടി നിനക്ക് തന്നെ ആയിരിക്കും. പപ്പ, നിനക്കറിയാലോ നിന്റെ മമ്മയുടെ സ്വഭാവം. അല്ല, നീ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു? അത് ഇല്ല പപ്പ, അതെപ്പോ വേണേലും ചെയ്യാലെന്ന് കരുതി. ഷീറ്റ്. മഹേന്ദ്രൻ ദേഷ്യത്തോടെ തന്റെ കൈ ചുമരിൽ ആഞ്ഞടിച്ചു. പെട്ടെന്ന് അയാളുടെ ഫോൺ റിങ് ചെയ്തോ. ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ ഫോൺ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. എന്താ മോനെ മഹേന്ദ്ര, മോനെ അവന്റെ പ്രിയ പത്നിയെ കണ്ടപ്പോ ഈ പാവം ഭാര്യയെ മറന്നുപോയോ? സോറി മോഹിനി, ഞാനിവിടെ എത്തിയതേ ഉള്ളൂ. നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു. ആ, ഇനിയിപ്പോ അത് പറഞ്ഞ അച്ചുവിടെ ഇന്നലെ രാത്രി തൊട്ട് ഞാൻ അവനെ വിളിക്കുക. അവന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? ഭാര്യയെ കിട്ടിയപ്പോൾ മതിയോർന്നു പോയോ നമ്മുടെ മോൻ? അവനിവിടെ ഉണ്ട് മോഹിനി, ഞാൻ കൊടുക്കാം. ഹലോ മമ്മ. ആയി അച്ചു, മമ്മയുടെ മോൻ ഇപ്പം അങ്ങ് സ്വർഗത്തിലാണെന്ന് ഈ മമ്മക്ക് അറിയാം. മമ്മ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ മമ്മ ഇവിടെ എത്തും. കാരണം എനിക്ക് കൺകുളിർക്കെ നീ കൊണ്ടുവന്ന അപ്സരസിനെ. ഒരു പ്രത്യേക ഈണത്തോടെ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചിരുന്നു. കോൾ കെട്ടായതും അമർ മഹേന്ദ്രനെ നോക്കി. സാറില്ല അച്ചു, മമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അവൾ നേരെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് വെറുതെ ആയി എന്നറിഞ്ഞ അവൾ എന്താ ചെയ്യാന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഞാൻ അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. ടേക്ക് റെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഈ കിടക്കയിൽ നിന്നൊന്ന് എണീറ്റോട്ടെ. അവനെ നിങ്ങളുടെ കാൽ ചൂട്ടിലിട്ട് പച്ചക്ക് കൊളുത്തു ഞാൻ. വീറോടാമറിന്റെ കൈകൾ പിടിച്ചു പറഞ്ഞ് മഹേന്ദ്രൻ പുറത്തേക്ക് പോയി. നീ പാർവ, പാർവ. ആരോ വിളിച്ചുകൊണ്ട് കൈകൾ തട്ടിയതും പാർവണ ഞെട്ടി ഉണർന്നു നോക്കി. ധനു മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ട് മിഴിച്ചു നോക്കി വിളിച്ചവൾ. സോറി മാഡം, ധനു അല്ല, നീരജ്. അല്ല, എന്തുറക്കായത്? ഓ, അതൊന്നും പറയണേ നീരജ്. കാവിനുള്ളിൽ നിന്ന് രാജവമ്പാല പുറത്തേക്ക് വരുന്ന നോക്കിയിരുന്ന് ഉറങ്ങിപ്പോയതാ പാവം. നീരജിന്റെ പുറകെ വന്ന് പറഞ്ഞു രുദ്രി. ഡേ രുദ്രി, അങ്ങേരിപ്പോഴും അതിനുള്ളിലാണോ? അത് ഇനി വല്ല സർപ്പവും കൊത്തിക്കാണോ? നെഞ്ചിരിപ്പോടെ രുദ്രിയെ നോക്കി ചോദിച്ചു പാർവണ. നീരജ് രുദ്രി അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്റെ പാർവണ മോളെ, നീ അങ്ങോട്ട് നോക്കി ഉറങ്ങിയിട്ട് മണിക്കൂർ 4 കഴിഞ്ഞു. ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാവും അറിയുന്നോണ്ടാ ഞാനും വിളിക്കാഞ്ഞ്. ഏട്ടനൊക്കെ എപ്പോഴോ കാവിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിച്ച് റെഡിയായി ഓഫീസിൽ പോയി. രുദ്രി പറയുമ്പോൾ വല്ലാത്തൊരു നിരാശ അവളുടെ മുഖത്ത് നിഴലിച്ചു. നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്തിന്? നീ കരുതും പോലെയല്ല, അങ്ങനെ നിന്നെ കടിച്ച് കീറ്. ഓ പിന്നെ, ഇവിടെ അങ്ങേര് മാത്രമൊന്നല്ലല്ലോ ഉള്ളത്. ആ, അത് നീ പറഞ്ഞാൽ ശരിയാ. പക്ഷേ ഒരു മാറ്റമുണ്ട്. ഏട്ടന്റെ വാക്കിനപ്പുറം ഇവിടെ ആരും ഒരു ചെറിയ വിരൽ പോലും അനക്കില്ല. പിന്നെ നീ ഇടയ്ക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഏട്ടനായതുകൊണ്ട് പറയല്ല, കിട്ടിയത് അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുത്തേ ശീലമുള്ളൂ. 2 കണ്ണിലും മുളക് കൂടി വീഴുന്ന എപ്പോഴാ പറയാൻ പറ്റില്ല. നീരജ് പറയുമ്പോൾ പാർവണ തന്റെ മുഖം താഴ്ത്തി. വേറൊന്നുമില്ല, എനിക്കൊരു സോറി പറയാനും പിന്നെ ഒരു താങ്ക്സ് പറയാനും കൂടെയാ. അയ്യേ, ഇതിനായിരുന്നോ? അതിനെങ്കിലും ഇഷ്ടംപോലെ ടൈം എടുക്കില്ലേ? നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതേ മോളെ, ഇവൻ പറഞ്ഞവിടെ അതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. തൽക്കാലം നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വാ. അവരൊക്കെ ഫുഡ് കഴിച്ച്. നീ ഒറ്റക്കാവിണെന്ന് എഴുതിയാ ഞങ്ങൾ നിന്നെ കാത്തിരുന്നു. നീ വാ. നിക്ക്, ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് വരാം. പാർവതി ആൻറ്റിയുടെ അടുത്തേക്കാണോ? പതിയൊന്ന് മോളി അവൾ. ഇപ്പം അങ്ങോട്ട് പോകണ്ട. ആൻറ്റിയെ ചികിത്സിക്കുന്ന വൈദ്യരും സ്വാമിയും വന്നിട്ടുണ്ട്. ഇപ്പം ആ റൂമിൽ രമണിയമ്മയും പിന്നെ കീർത്തി ആൻറ്റിയും ഉണ്ട്. ഇനി വേറെ ആരും ഇപ്പം അങ്ങോട്ട് കയറ്റില്ല. നീ വാ, നമുക്ക് പോയി കഴിക്കാം, എന്നിട്ട് നമുക്ക് കയറാം. രുദ്രി പറയുന്നതായിട്ട് മറുത്തൊന്നും പിന്നെ പറയാതെ പാർവണ അവരുടെ കൂടെ താഴേക്ക് പോയി. കാതടിപ്പിക്കുന്ന അവളുടെ അലർച്ച ആ മണിമാളിക മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. ഇല്ല,
ഞാനിത് വിശ്വസിക്കില്ല മഹേന്ദ്ര. ദേഷ്യത്തോടെ മുറുകിയ മുഖത്തോടെ അവൾ മഹേന്ദ്രന്റെ ഷോൾഡറിൽ പിടിമുറുക്കി. മോഹിനി കൂൾ. നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയാ നമുക്കുണ്ടായേക്കുന്നത്. ഇല്ല മഹേന്ദ്ര, അങ്ങനെ തോറ്റു കൊടുക്കാനാവില്ല എനിക്ക്. ഒന്ന് കണ്ണു തെറ്റി അവിടെയെല്ലാം താളം മറിഞ്ഞേക്കാം. എന്നിട്ട് പോലും അത്ര സന്തോഷത്തോടെയാ ഞാനിങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത്. അറിയാം മോഹിനി, പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് സഹകരിച്ചേ പറ്റൂ. നീ വാ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാം. അച്ഛനെയും അച്ഛനെയും കാണണ്ടേ? വേണം. മാത്രമല്ല, ഇവിടുന്ന് തിരിച്ചു പോകും മുമ്പ് നമ്മളെ മോനെ ഈ അവസ്ഥയിലാക്കിയവൻ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. അത് നീ പറയണോ മോഹിനി? അവനുള്ള പട്ടട ഞാൻ ഒരുക്കി കഴിഞ്ഞു. അധികം വൈകാതെ നീ ആഗ്രഹിച്ച വാർത്ത നിന്റെ കാതുകളിൽ കേൾക്കും. മഹേന്ദ്രൻ പറയുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തിമിർത്താടി. ഫോണിൽ നോക്കി ഇടയ്ക്കായിരുന്നു രുദ്രി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പാർവണ കയറി വന്ന്. ആ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അമ്മയുടെ കൂടെ. ആ അല്ല, നീ ഇവിടെ കിടക്കുന്നോ അതോ ആ മുറി കിടക്കുന്നോ? ഞാൻ നിന്റെ കൂടെ കിടന്നോളാം. ആ എന്നാ വാ, ദേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാനിപ്പോൾ ഉറങ്ങും. പാർവണയെ നോക്കി പറഞ്ഞു രുദ്രി. ഡി, നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങാണോ? പെട്ടെന്നോ മോളെ? നീ ആ ക്ലോക്കിലേക്ക് നോക്കിയേ, മണി 10 കഴിയാറായി. ആ, നീ പകൽ മുഴുവൻ ഉറങ്ങി തീർത്തില്ലേ, അപ്പൊ ഇനി നിനക്ക് വലിയ ഉറക്കമൊന്നും കാണില്ല. അല്ലേ രുദ്രി, നിന്റെ ഏട്ടൻ എന്താ വരാത്ത? ഓ, നീ ഏട്ടനെ നോക്കി ഇരിക്കുകയാണോ? ഏട്ടൻ പോയപ്പോൾ പറഞ്ഞിരുന്നു വരാൻ വൈകുന്ന്. നീ വന്ന് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് അവൾ പുതപ്പെടുത്ത് തലവഴി മൂടി. പാർവണയുടെ മുഖത്ത് വീണ്ടും എന്തെന്നില്ലാത്ത നിരാശ മാത്രം ബാക്കിയായി. ലൈറ്റ് ഓഫ് ചെയ്ത് ബാൽക്കണിയിലേക്ക് ചെന്നു അവൾ. ദൂരെ കാണുന്ന കാവിനടുത്തേക്ക് നോക്കി. പാലപ്പൂക്കളുടെയും ചെമ്പകത്തിന്റെയും ഗന്ധം നാസികയിലേക്ക് തുളച്ച് കയറുന്നു. സ്വയം മറന്ന് തന്നിലേക്ക് വരുന്ന ആ ഗന്ധത്തെ ആസ്വദിച്ച് കണ്ണുകൾ അടച്ച് ഏറെ നേരം നിന്നു അവൾ. നിദ്രാദേവി തന്നിലേക്ക് എത്തിയത് ഏറെ വൈകിയാണ്. ആ നേരം വരെ അവളുടെ മിഴികൾ ആരെയോ തേടിക്കൊണ്ടിരുന്നു. കാതിലേക്ക് കേൾക്കുന്ന അലാറത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് പാർവണ കണ്ണു തുറന്നത്. മേശപ്പുറത്ത് രുദ്രിയുടെ ഫോണിൽ നിന്ന് അലാറടിക്കുന്ന കണ്ടതും അത് പതിയെ എണീറ്റ് ഓഫ് ചെയ്തു. രുദ്രി, നിന്റെ അലാറടിക്കുന്നു. ഏട്ടൻ ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് കോളേജില്ല. ഉറക്കച്ചടവോടെ പറയുന്നവളെ കണ്ട് ചെറിയ ചിരിയോടെ എണീറ്റു. വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ അവൾ ചാടി എണീറ്റു. വേഗം വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി. ധാവണി കൊടുത്ത് നെറ്റിലൊരു കുഞ്ഞ് കറുത്ത പൊട്ടുമിട്ട് കണ്ണാടിയിൽ നോക്കി. തിരിഞ്ഞു പുറത്തേക്ക് വാ നിന്നു. എന്തോ ഒന്ന് കണ്ണിലൊടുക്കി. ദേഷ്യം കൊണ്ട് ശരീരവും മുഖവും ഒരുപോലെ വലിഞ്ഞു മുറുകി. കഴുത്തിൽ കിടക്കുന്ന താലി കൈകളാൽ പിടിച്ചു. അമറിന്റെ മുഖമോർത്തുകൊണ്ട് ദേഷ്യത്തോടെ കഴുത്തിലെ താലി വലിച്ചു പൊട്ടിച്ചു. അത് ചുരുട്ടി വേസ്റ്റ് പിന്നിലേക്ക് എറിഞ്ഞു. ശേഷം കണ്ണാടിയിൽ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. താഴെ എത്തിയത് രമണി ചേച്ചി അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. കൂടെ വരണിയെയും കീർത്തിയെയും കണ്ടു. അമ്മേ. ആ, മോള് നേരത്തെ എണീറ്റോ? അമ്മേ, രമണി ചേച്ചി പറഞ്ഞു ഇവിടെ തൊട്ടടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടെന്ന്, നമുക്കൊന്ന് പോയാലോ? അയ്യോ മോളെ, എനിക്ക് പറ്റില്ല. പിന്നെ രമണി ചേച്ചി കുറച്ച് തിരക്കില്ല. ഇന്ന് വൈദ്യുതി കുറച്ച് നേരത്തെ വരും. കുറച്ച് കൂട്ടും മരുന്നൊക്കെ തയ്യാറാക്കാനുണ്ടേ. മോള് വിഷമിക്കണ്ട. നീരജ് എണീറ്റ് അവൻ്റെ മസിൽ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവനെ വിളിക്കാം. ശരി ആൻറ്റി. വരണിയെ നോക്കി പറഞ്ഞ് പാർവണ പുറത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞു മൂടിയ കാലാവസ്ഥ. പതിയെ കൈകൾ കൂട്ടിത്തിരുമ്മിയവൾ പുറത്തേക്ക് നടന്നു. അടുക്കള വശത്തു നിന്നും മുന്നിലേക്ക് അല്പം വന്നു. പാലപ്പൂവിന്റെയും ചെമ്പകത്തിന്റെയും ഗന്ധം നാസികയിലേക്ക് തുളഞ്ഞു കയറി. ഒരു നേർത്ത പുഞ്ചിരിയോടെ കാവിലേക്ക് പോകുന്നതിനിടയിലുള്ള ചെമ്പകമരത്തിനടുത്തേക്ക് ചെന്നു അവൾ. അവിടെ ഒന്നുകൂടെ ഇരുട്ടും നല്ലപോലെ മഞ്ഞു മൂടി കിടക്കുന്നുണ്ട്. കയ്യേന്തി പിടിച്ചൊരു ചെമ്പകം പറിച്ചെടുത്ത് അതിലേക്ക് നോക്കി നിന്നു. പെട്ടെന്നാണ് കാവിനുള്ളിൽ നിന്ന് ആരോ പുറത്തേക്ക് വരുന്ന പോലെ. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ട് മുന്നോട്ട് നോക്കി. മൂടിക്കിടക്കുന്ന മഞ്ഞിലൂടെ ഇരുട്ടിൽ പുറത്തേക്ക് വരുന്നവനെ കണ്ട് കണ്ണുമിഴിച്ച് സ്വയം മറന്ന് നോക്കിപ്പോയി അവൾ. വെള്ളമുണ്ടും ബ്ലാക്ക് ഷർട്ടും, കഴുത്തിലൊരു രുദ്രാക്ഷമാലയും, ആ മാലയുടെ അറ്റത്തൊരു കുഞ്ഞുകൃഷ്ണന്റെ ലോക്കറ്റും വെട്ടിയൊതുക്കി ചീകി വെച്ച മുടിയും. തനിക്ക് മുന്നിലേക്ക് അന്ന് മദ്യപിച്ചു വന്ന വ്യക്തി തന്നെയാണോ എന്ന് സംശയിച്ചു പോയി അവൾ. താൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ടും കാണാത്ത മട്ടിൽ തന്നിലേക്ക് ഒരു നോട്ടം പോലും തരാതെ തന്നെ മറികടന്നു പോകുന്നവനെ അവൻ്റെ ഒരു നോട്ടം പ്രതീക്ഷിച്ച പോലെ കൗതുകത്തോടെ നോക്കി നിന്നു പാർവണ. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയതും അവൾ പോലും അറിയാതെ അവളുടെ കയ്യിലെ ചെമ്പകം നിലത്തേക്ക് ഊർന്നു വീണു. ആ, നീ ഇവിടെ നിൽക്കണം. അമ്മ പറഞ്ഞു എനിക്ക് ക്ഷേത്രത്തിൽ പോണെന്ന്. വാ പോ. അങ്ങോട്ട് വന്ന് നീരജ് അവൾ നോക്കി പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയതും അപ്പോഴും നിന്നെടുത്ത് അനക്കമില്ലാതെ നിൽക്കുന്നവളെ കണ്ട് നെറ്റി വിളിച്ചു അവൻ. ഡീ, നീ ഇതെന്താ അതിരാവിലെ സ്വപ്നം കാണുകയാണോ? വീണ്ടും ഒരു പ്രതികരണമില്ലെന്ന് കണ്ടതും അവൻ അവളുടെ ഷോളിൽ തട്ടി. ഡീ, എന്താ? ആ ബെസ്റ്റ്. ഇത് ഞാനാ ചോദിക്കേണ്ടത്. നീ ഇത് ഏത് ലോകത്താ? പാർവണ അകത്തേക്കും പിന്നെ തിരിഞ്ഞ് കാവിലേക്കുള്ള വഴിയിലേക്കും നോക്കി. ഗന്ധർവൻ, ഗന്ധർവൻ. ചുറ്റും നോക്കി അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. ആ, ഇതേതോ ബാധ കയറിയതാണെന്ന് തോന്നുന്നേ. ഈ പാലമരത്തിൽ മുൻഗണന രക്ഷിക്കാം. അവളുടെ ഗന്ധർവൻ.
ദേ നിനക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടേ എന്റെ ബോഡി ജിം ചെയ്യുന്നൊക്കെ നിർത്തിയിട്ട് വന്നാ ഞാൻ, നീ ഇവിടെ വേം വാ. അതും പറഞ്ഞ് നീരജ് മുന്നിലേക്ക് നടന്നു. അവന്റെ മുഖം മനസ്സിൽ നിന്നും മായാതെ ഒരു മായാചാരത്തിൽ കുടുങ്ങിയ പോലെ നടന്നു പാർവണ. ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ അവൾ നേരെ ചെന്ന് പാർവതി കിടക്കുന്ന മുറിയിലേക്കാണ്. പാർവതിയെ കണ്ട മുതൽ കീർത്തി അവളെ എല്ലാ രീതിയിലും നല്ലപോലെ അവളെ പരിചരിക്കുന്നുണ്ട്. ബെഡിൽ കിടക്കുന്ന തന്റെ അമ്മയും നോയിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു അവൾ. ആ നെറ്റിത്തടത്തിൽ ഒരു കുറി തൊട്ട് കൊടുത്തു. ഏറെ നേരം ആ മുഖത്തേക്ക് നോക്കി ആ കൈകൾ കോർത്തു പിടിച്ചിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കീർത്തിയുടെയും നന്ദന്റെയും മുറിയിലേക്ക് ചെന്നു. കബോർഡ് തുറന്ന് അതിൽ നിന്നൊരു കുങ്കുമച്ചപ്പെടുത്ത് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു. പാർവതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന അവളുടെ സീമന്തരേഖയിൽ ചുവപ്പ് രാശി പടർത്തി. അമ്മേ, ഈ സീമന്തരേഖ ഇങ്ങനെ ചുവന്നെടുക്കുന്ന കാണാനാ അമ്മയുടെ അസുരന് ഇഷ്ടം. വരൂ അമ്മേ, ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും അമ്മയുടെ അസുരം വരും. അമ്മയെ ഈ മോളെയും തേടി. അമ്മേ, എന്നെ മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക്. ഞാൻ അമ്മയുടെ മോളാ, പാർവണ ആതിഥേയം. എൻ്റെ അമ്മ എഴുന്നേൽക്കണം. നമ്മൾ ദ്രോഹിച്ചവരോടെല്ലാം കണക്ക് ചോദിക്കണം അമ്മേ. അമ്മക്കറിയണ്ടേ ആരാ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചതെന്ന്? ഓരോ കാര്യങ്ങൾ അവളുടെ കാതോരിരുന്ന് ഒരു നോവോടെ പറഞ്ഞു അവൾ. പാർവതിയുടെ കാതോട് ചേർന്നിരുന്ന് പറയുകയാണെങ്കിലും അവളുടെ മിഴികൾ ഈറനണിയുന്നുണ്ടായിരുന്നു. ഓരോന്ന് പറയുമ്പോഴും പാർവതിയിൽ എന്തെങ്കിലും ഒരു ചലനം പ്രതീക്ഷിച്ച് അവളിൽ ഒന്ന് കണ്ണോടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു മാറ്റവും തനിക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് കണ്ടതും പാർവതിയുടെ കവിളിൽ നേരത്തെ ഒരു ചുംബനം നൽകി. അമ്മേ, മതി അമ്മേ, ഇനിയെങ്കിലും എണീറ്റ് വാ അമ്മേ. ഈ മോളെ കാണാൻ അമ്മക്ക് ആഗ്രഹമില്ലേ? അതോ അമ്മയുടെ അസുരം വരാതെ ഈ പാർവതി ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ലേ അമ്മേ? പാർവതിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചു നീക്കി അവൾ. പ്രതീക്ഷയില്ല എന്ന പോലെ പാർവണ സിന്ദൂരച്ചേപ്പ് കയ്യിലേക്കെടുത്ത് തിരികെ നടക്കാൻ ഒരുങ്ങിയതും ഒരു നിമിഷം ചലിക്കാൻ കഴിയാതെ നിന്നുപോയവൾ ഞെട്ടിത്തരിച്ച് വിറങ്ങലിച്ചൊരു പ്രതിമ കണക്കെ പതിയെ തിരിഞ്ഞു നോക്കിയതും പാർവതിയുടെ കൈകൾ തന്റെ കൈത്തണ്ടിൽ പിടുത്തമിട്ട് കണ്ട് അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരേ സമയം സന്തോഷവും സങ്കടവും ഒരുപോലെ അലതല്ലി. അമ്മേ, അമ്മേ. ഒരു നിമിഷം ശബ്ദം പോലും പുറത്തേക്ക് വരാത്ത പോലെ തോന്നി അവൾക്ക്. അത്രമേൽ ശക്തിയിൽ പാർവതിയുടെ കൈകൾ അവളുടെ കയ്യിൽ മുറുകിയിരുന്നു. അമ്മേ, അച്ഛാ! ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം അവൾ ഉറക്കെ അലറി വിളിച്ചു. നിരഞ്ജനമൊത്ത ആളിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു നന്ദൻ. പെട്ടെന്നാണ് പാർവണയുടെ അലറിവിളി കേൾക്കുന്നത്. സംശയത്തോടെ ചെല്ലുമ്പോൾ കണ്ടു പാർവതിയെ കിടത്തിയ മുറിയിലേക്ക് അടുക്കളയിൽ നിന്ന് ഓടിച്ചെല്ലുന്ന കീർത്തിയെയും വരിണിയെയും. മോളെ എന്താ? ആദിയോടെ ചോദിച്ചു കീർത്തി. അമ്മേ, അവൾ തന്റെ കയ്യിലേക്ക് വിരൽ ചൂണ്ടിയതും തെള്ളു പകപ്പോട് നോക്കി ഇരുവരും. എന്താ എന്താ കീർത്തി മോള്? നന്ദേട്ടാ പറഞ്ഞു തീരും മുമ്പേ സന്തോഷത്തോടെ നന്ദനെ നോക്കി കീർത്തി വിരൽ ചൂണ്ടി പറയുന്ന കേട്ട് നന്ദനും നിരഞ്ജനും ഒരുപോലെ അങ്ങോട്ട് നോക്കി. പാർവണയുടെ കൈകളിൽ പിടുത്തമിട്ടിരിക്കുന്ന പാർവതി അവളുടെ ഒരു നോട്ടം പോലും അവളിലേക്കില്ല. എങ്കിലും പ്രതീക്ഷയുടെ ഒരു തിരിനാൾ ഉണർന്ന പോലെ എല്ലാവരിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. നിരഞ്ജൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വൈദ്യരെ വിളിച്ചു. ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതും വൈദ്യനും സഹായികൾ അവിടേക്ക് എത്തിയിരുന്നു. വൈദ്യരെ, പാർവതി എന്താ ഇപ്പോൾ അവളുടെ അവസ്ഥ? പറയാം. ഇത്രയും കാലം ഞാൻ ഒരു ഉറച്ച മറുപടി നിങ്ങൾക്ക് നൽകിയിട്ടില്ല. എന്നാ ഇപ്പൊ ഞാൻ ഉറപ്പ് പറയുന്നു, അധികം വൈകാതെ ഈ കുട്ടി എഴുന്നേൽക്കും. നിങ്ങളുടെ മുന്നിൽ പഴയതുപോലെ നടക്കും. ഇനിയുള്ള ചികിത്സയിൽ ഞാൻ പെട്ടെന്നാക്കണം. പിന്നെ മോള് സംസാരിച്ചപ്പോൾ അമ്മയ്ക്കുണ്ടായ ഉണർവ് ചെറുതല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അമ്മയോട് സംസാരിച്ചിരിക്കണം. ഒന്ന് മോളിക്കൊണ്ട് തലയാട്ടിയവൾ. രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷം ചെറുതല്ല കുട്ടി. അതുകൊണ്ട് മോൾ എപ്പോഴും കൂടെ നിൽക്കണം. പാർവണയെ നോക്കി അയാൾ പറയുമ്പോൾ ഉറച്ച വാക്കുകളോടെ സമ്മതം നൽകി അവൾ. അന്ന് ദിവസം എല്ലാവർക്കും വല്ലാത്ത സന്തോഷം നിറഞ്ഞതായിരുന്നു. പാർവതിയിൽ ആദ്യമായ ഒരു മാറ്റം സംഭവിച്ച് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പോലെയായിരുന്നു. രാവിലെ രുദ്രനെ കാവിൽ നിന്നിറങ്ങുന്ന കണ്ടു എന്നല്ലാതെ പിന്നെയെങ്ങും കണ്ടിരുന്നില്ല പാർവണ. കുളിയൊക്കെ കഴിഞ്ഞ് രുദ്രിയെയും കൂട്ടി ആ വീട് മുഴുവൻ കാണണമെന്ന് പറഞ്ഞ് എല്ലാ മുറികളിലും കയറി തുടങ്ങിയതാണ്. പഴയ തറവാട് വീടായതുകൊണ്ട് തന്നെ ഒരുപാട് മുറികളുമുണ്ട്. മനസ്സിൽ തന്റെ മനസ്സിനെ താളം പിടിച്ചവനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആ നിമിഷം അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തറവാടിനെ കുറിച്ച് രുദ്രി പറയുന്നൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ, നിങ്ങൾ ഇവിടെയാണോ? രുദ്രി, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്. നീരജ് വന്ന് പറഞ്ഞു. രുദ്രി പാർവണയെ നോക്കി. ദേ തെക്കിലെ മുറിയിലൊന്നും ആരില്ലാത്തോണ്ട് പൊടി പിടിച്ചെടുക്കാം. നീ ഇനി അങ്ങോട്ട് ചെന്ന് നോക്ക്, അപ്പോഴേക്കും ഞാൻ വരാം. അതും പറഞ്ഞ് രുദ്രി താഴേക്ക് പോയി. നീ നടന്ന് കാണും, ഞാൻ കുറച്ച് ജോലിയുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് കോളേജ് വീണ്ടും തുടങ്ങും. നോട്ട്സ് എഴുതാനുണ്ട്. പാർവണയെ നോക്കി പറഞ്ഞുകൊണ്ട് നീരജ് താഴേക്ക് ഇറങ്ങി. പാർവണ അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു മുറിയുടെ മുന്നിലെത്തിയതും അതിന്റെ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നോക്കി അതിന്റെ തൊട്ടടുത്ത മുറിയിലേക്ക് നോക്കി. പതിയെ ഡോറിലും തൊട്ട് തുറന്നു വന്നു.
അതിൽ ഒരുപാട് ജിം ഉപകരണങ്ങൾ കണ്ടതും ആ മുറിക്കുള്ളിലേക്ക് കയറി അവൾ. ചിലതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് നടന്നു അവൾ. പെട്ടെന്ന് നിലത്തുണ്ടായിരുന്ന ഡംബിൾസിൽ കാല് തട്ടി നിലത്തേക്ക് വീണു അവൾ. ഗാംഭീര്യം നിറഞ്ഞൊരു ശബ്ദം കേട്ടതും ഒരു കിതപ്പോടെ അതിലുപരി പേടിയോടെ ഇറുകിയടച്ച തന്റെ മിഴികൾ പതിയെ തുറന്നതും വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ട് നിശ്ചലമായി പോയി അവൾ. തന്റെ തൊട്ടു മുമ്പിൽ അതൊരു നൂൽ വ്യത്യാസത്തിൽ തന്റെ മുഖത്തേക്ക് നോക്കുന്നവൻ. അവന്റെ ചുടുനിശ്വാസം തന്റെ മുഖത്തേക്ക് പതിക്കും തോറും അവൻ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. എണീറ്റ് മാറി. അവന്റെ അലർച്ചയാണ് അവളെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. ഒന്ന് തലകുടഞ്ഞ് ചുറ്റും നോക്കിയപ്പോഴാണ് താൻ കിടക്കുന്ന അവന്റെ ദേഹത്താണെന്ന് മനസ്സിലായത്. അവന്റെ നെഞ്ചിലായിട്ടൊരു വലിയ ഡംബിൾസ് അമർന്ന് കിടക്കുന്നുണ്ട്. അതിലേക്ക് അവനെയും നോക്കിക്കൊണ്ട് ചാടിക്കുടഞ്ഞെണീറ്റു അവൾ. എന്നിട്ട് കുനിഞ്ഞ് അവന്റെ നെഞ്ചിൽ അമർന്ന ഡംബിൾസ് എടുത്ത് മാറ്റാൻ അതിൽ പിടിച്ചതും അതൊന്നും അനക്കാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക്. മാറടി അങ്ങോട്ട്. അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം പിന്നെയും കേട്ടതും അവൾ പേടിയോടെ രണ്ടടി പുറകിലേക്ക് വെച്ചു. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവനത് പൊക്കി മാറ്റി വെച്ചതും അവൾ കണ്ണു മിഴിച്ച് നോക്കിപ്പോയി. നിലത്ത് നിണീറ്റ് അവൻ അവൾക്ക് മുമ്പിലായി നിന്നു. നിഷ്കളങ്കമായ ഭാവത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവന്റെ ഇരു കൈകളിലും പൊങ്ങി നിൽക്കുന്ന മസിൽ കണ്ടതും അവൾ മിഴികൾ താഴേക്ക് പതിപ്പിച്ചു. ദാവണി തുമ്പ് പിടിച്ച് വിരലിൽ ചുറ്റിക്കൊണ്ടിരുന്നു. ഇടക്ക് അവളുടെ കൈകൾ വിറക്കുന്ന കണ്ടതും ഒന്നുകൂടെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു അവൻ. എവിടെ നോക്കിയാണ് നടക്കുന്നേ? തലാഴ്ത്തി എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. നിന്റെ വാ തുന്നിക്കെട്ടി വെച്ചേക്കുവാണ്ടി. വീണ്ടും അവന്റെ ശബ്ദം കനത്തതും ശബ്ദം പുറത്തേക്ക് വരാത്ത പോലെ തോന്നി അവൾക്ക്. ഞാൻ കണ്ടില്ല. ഇടറി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവൾ. ഓ അതായിരുന്നോ? ഇവിടെ നേരെ താഴെ ചെന്ന് അവിടുന്ന് വലത്തോട് തിരിഞ്ഞ് അല്പം നടന്നാ ഇവിടുത്തെ കിച്ചണെത്തും. അവിടെ ഒരു പോട്ടിൽ നല്ല റെഡ് കളറിലൊരു പൊടി കാണാം. അതെടുത്ത് കുറച്ച് 2 കണ്ണിലും അങ്ങ് വിതറിയാൽ മതി. പിന്നെ നിന്റെ കണ്ണിന് നല്ല കാഴ്ചയായിരിക്കും. ഒരാമർഷത്തോടെ അവൻ പറയുന്ന കേട്ടതും അവൾ തന്റെ ഇരുമിഴികൾ ഇറുകി അടച്ചു. സോറി. വാട്ട്? സോറി. പേടിച്ചൊരു വിറയലോടെ പറയുന്നവളെ കണ്ട് എന്തോ പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല അവന്. പോക്കോ. അതേ ഗാംഭീര്യത്തോടെ തന്നെ അവൾ നോക്കി പറഞ്ഞവൻ. തല താഴ്ത്തിയൊന്ന് മൂളിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നവൾ പെട്ടെന്ന് എന്തോർത്ത പോലെ വീണ്ടും തിരിഞ്ഞു നോക്കി. ആ അതെ. താങ്ക്സ്. എന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു വീഴ്ത്തിയ പോലെ താങ്ക്സ് പറയുന്നോടി. അതിനല്ല, എന്നെ രക്ഷിച്ചേന്. ഓ അത് നിന്നെ കരുതിയൊന്നുമല്ല. താഴെ മുറിയിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. അവരെ ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടുപോയി. ആ ഒറ്റ കാരണം കൊണ്ടാ. അതിന് മോള് നന്നായി പെരുമാറുകയും ചെയ്തു. തന്നെ നോക്കി എന്തോ മുൾമുനിയിൽ വെച്ച് പറയും പോലെ തോന്നി അവൾക്ക്. ചെറിയ പേടി തോന്നിയെങ്കിലും ഉള്ള ധൈര്യം പുറത്തേക്കെടുത്ത് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.